നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില ചിത്രങ്ങൾ കണ്ട അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങ് ജപ്പാനിൽ നിന്നും പോലും മലയാളികളുടെ ഒത്തൊരുമ കണ്ടിട്ട് ഞെട്ടുന്ന പല പോസ്റ്റുകളും വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സംഭവിച്ച യാഥാർത്ഥ്യം ISRO പുറത്തുവിട്ട ചിത്രത്തിൽ ഞെട്ടിക്കുന്നതാണ്. 2024 മുണ്ടക്കയിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേയിടത്തു തന്നെ 1984 നടന്ന ഉരുൾപൊട്ടലിന്റെ ശേഷിപ്പ് വ്യക്തമാക്കുന്നതാണ് ചിത്രങ്ങളിൽ ഉള്ളത്. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഉപഗ്രഹ ചിത്രം വരുമ്പോൾ ആഘാത ഭൂപടവും പുറത്തുവിടുമ്പോൾ ISRO ഞെട്ടിച്ചിരിക്കുകയാണ്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണെന്നാണ് ISRO പുറത്തുവിട്ട വിവരത്തിൽ വ്യക്തമാക്കുന്നത്. പ്രഭവ കേന്ദ്രത്തിന്റെ വ്യാപ്തി ഏതാണ്ട് 86,000 ചതുരശ്ര മീറ്ററാണ്. 8 കിലോമീറ്ററോളം ദൂരം പാറക്കൂട്ടം ഒഴുകിയെത്തിയെന്നും ISRO വ്യക്തമാക്കുകയാണ്. ISRO പുറത്തുവിട്ട വിവരങ്ങളിലാണ് ഇതെല്ലാം വ്യക്തമാകുന്നത്. ദുരന്തത്തിന് മുൻപ് 2023 മെയ് 22-ന് കാർഡോസ്റ്റാറ്റ് 3 പകർത്തിയ ചിത്രങ്ങളും ഉരുൾപൊട്ടലിന് ശേഷം ബുധനാഴ്ച റിസാറ്റും പകർത്തിയ ചിത്രങ്ങളുമാണ് പുറത്തുവിട്ടത്. നിലവിലെ പ്രഭവ കേന്ദ്രം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് എന്നും പാറക്കൂട്ടവും മണ്ണും ഒഴുകിയെത്തി ഇരുവഴിഞ്ഞിപ്പുഴയുടെ കരകൾ കവർന്നുവെന്നും ISRO വ്യക്തമാക്കുന്നു. പുഴയുടെ കരയിലെ വീടുകൾ അടക്കം കേടുപാടുകൾ ഉണ്ടായി എന്നും പുറത്തുവിട്ട വിവരത്തിലുണ്ട്. ഇസ്രോയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഉപഗ്രഹങ്ങളുടെ ഇമേജിംഗ് വഴി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ആഘാത ഭൂപടം. 40 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിനോട് അടുത്താണ് പുതിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ആഘാത ഭൂപടത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 1984 ജൂലൈ 1-നുണ്ടായ അപകടത്തിൽ 14 പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്. ഒരു രാത്രിയും ഒരു പകലും നീണ്ട അധ്വാനത്തിനൊടുവിൽ ISRO പുറത്തുവിട്ട ചിത്രം നമ്മളെ ഞെട്ടിച്ചതാണ്. പക്ഷേ മറ്റൊരു ചിത്രവും നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. ബേലി പാലം. ഈ പെരുമഴയെയും കുത്തൊഴുക്കിനെയും അതിജീവിച്ച സൈന്യം തയ്യാറാക്കിയ ഉരുക്കുപാലത്തിന് 190 അടി നീളമാണുള്ളത്. അതിലൂടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വാഹനങ്ങൾ കടന്നുപോയത് കയ്യടിയോടുകൂടിയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് രക്ഷാപ്രവർത്തനത്തിനും തുടർന്നുള്ള തെരച്ചിൽ ഏറെ നിർണായകമാക്കുന്നതാണ്. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിലേത്. എല്ലാവരും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോഴും ഉരുൾപൊട്ടലിൽ പാലം തകർന്നത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. ഇപ്പോഴിതാ പ്രതികൂല കാലാവസ്ഥയിലും ദിവസങ്ങളുടെ അധ്വാനത്തിൽ ചൂരൽമലയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. സൈനിക വാഹനം കയറ്റി പാലത്തിന്റെ ബലവും പരിശോധിച്ചു കഴിഞ്ഞു. ഈ പാലം നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് സൈന്യത്തിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണ് മേജർ സീത ഷെൽക്കെ. ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ ബെയിലി പാലം പൂർത്തിയാക്കി സൈന്യത്തിന്റെ എഞ്ചിനീയറാണ് അവർ. അതെ, ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക പാലം അവിടെ നിർമ്മിച്ചിരിക്കുന്നു. ഇനി വാഹനങ്ങൾക്ക് മറ്റും അങ്ങോട്ടേക്ക് എത്തുവാനും രക്ഷാപ്രവർത്തനം നടത്തുവാനും എളുപ്പമായി. പാലം പണി പൂർത്തിയായതോടെ ഇന്ത്യൻ ആർമിയെയും മേജർ സീത ഷെൽക്കെയെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ദുരന്തമുഖങ്ങളിൽ ആർമി എത്തി എന്ന വാർത്ത കേട്ടാൽ പോലും പകുതി സമാധാനമാകുമെന്ന് അഭിപ്രായപ്പെടുന്ന ഭൂരിഭാഗം പേരും വയനാട് ഉരുൾപൊട്ടലിൽ മരണം 296 ഉയർന്നിരിക്കുകയാണ്. ഇതിൽ 23 പേർ കുട്ടികളാണ്. കാണാതായവർക്കായുള്ള തിരച്ചിൽ യന്ത്രസഹായത്തോടുകൂടി തുടരുന്നു. ഇതുവരെ 152 മൃതദേഹങ്ങളാണ് നിലമ്പൂർ, പോത്തുകൽ, മുണ്ടേരി ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത്. ഇന്നലത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കനത്ത മഴയായിരുന്നു പലപ്പോഴും തിരച്ചിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ പാർനർ താലൂക്കിലെ ഗാഡിൻഗാവ് എന്ന ചെറുഗ്രാമത്തിലാണ് മേജർ സീത അശോക് ഷെൽക്കെ സൈന്യത്തിലേക്ക് എത്തുന്നത്. 600 പേർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് സീത അശോക് ഷെൽക്കെ സൈന്യത്തിലേക്ക് എത്തിയത്. അഭിഭാഷകനായ അശോക് ബിഘാജി ഷെൽക്കെയുടെ 4 മക്കളിൽ ഒരാളാണ് സീത അശോക് ഷെൽക്കെ. അഹമ്മദ് നഗറിലെ ലോണിയിൽ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും പൂർത്തിയാക്കിയ ശേഷമാണ് സീത അശോക് ഷെൽക്കെ സൈന്യത്തിലേക്ക് എത്തുന്നത്. ഒരു IPS ആകണമെന്നായിരുന്നു മോഹം. പക്ഷേ അതിലേക്ക് നയിക്കാൻ ആരും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാനുള്ള ശ്രമം സീത അശോക് ഷെൽക്കെ നടത്തുന്നത്. 2 തവണ SSB പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ സീത അശോക് ഷെൽക്കെ തയ്യാറായിരുന്നില്ല. 3ാം തവണ പരീക്ഷ പാസായി. 2012-ലാണ് സീത അശോക് ഷെൽക്കെ സൈന്യത്തിന്റെ ഭാഗമായത്.
ചൈനയിലെ OTAയിൽ നിന്നാണ് സീത അശോക് ഷെൽക്കെ പരിശീലനം പൂർത്തിയാക്കിയത്. 3 സഹോദരിമാരാണ് സീത അശോക് ഷെൽക്കെക്കുള്ളത്. ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എങ്കിലും സൈന്യത്തിന്റെ ഭാഗമാകണമെന്ന തന്റെ സ്വപ്നത്തിൽ രക്ഷിതാക്കൾ വലിയ രീതിയിൽ പിന്തുണ നൽകുന്നു എന്നാണ് സീത അശോക് ഷെൽക്കെ നേരത്തെ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 250 സൈനികരാണ് ബേലി പാലം നിർമ്മിച്ചത്. ഇതിന്റെ നേതൃനിരയിൽ തലയെടുപ്പോടുകൂടി തന്നെയാണ് മേജർ സീത അശോക് ഷെൽക്കെ ഇപ്പോഴും നിൽക്കുന്നത്.